ഹായ് ഡിയർ സ്റ്റുഡൻസ്, എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തായി പ്രിപ്പറേഷൻസൊക്കെ? അപ്പോൾ ഇപ്പോൾ നമ്മളതേ ഇറ്റ്സ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ഓഫ് നവംബർ. ഇനി നമ്മുടെ മുന്നിൽ അധികം മാസങ്ങളൊന്നുമില്ല ഫോർ അവർ നീറ്റ് എക്സാമിനേഷൻ അല്ലേ? സോ നമ്മളൊരു മിഡ് ഓഫ് അവർ പ്രിപ്പറേഷൻ ടൈമിൽ നിൽക്കുവാണ്. ഇൻ മോസ്റ്റ് ഓഫ് ദി ഏരിയാസ്, എസ്പെഷ്യലി ഇൻ കേരള, ഞാനിപ്പോൾ ഒരു കാൽക്കുലേഷൻ ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ ക്യാൻ സേ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് ഒരു സെക്കൻഡ് ഇയർ ടോപ്പിക്സിലേക്ക് കടന്നേക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക വളരെ കാര്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കാണും. എസ്പെഷ്യലി എല്ലാ വീക്കിലും നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവാം. ആൻഡ് ഇൻ ദോസ് എക്സാംസ് യു ആർ നോട്ട് അപ്പിയറിങ് ഓൺലി ഫോർ കെമിസ്ട്രി ബട്ട് ദർ വിൽ ബി ബയോളജി പേപ്പേഴ്സ്, ഫിസിക്സ് പേപ്പേഴ്സ്. ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും കുട്ടികൾ, ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഇതെല്ലാം കൂടി പഠിച്ചു തീർക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. സോ വി ആർ ഗെറ്റിംഗ് ഇൻ എ ഡെലമ. ഹൗ വിൽ വി ഓവർകം ഓൾ ദീസ് കൺഫ്യൂഷൻസ് എന്നുള്ള ഒരു ആശങ്ക പല കുട്ടികളും ഞാനായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മക്കളെ, നിങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത് വരുന്ന നിങ്ങളുടെ ക്ലാസ് എക്സാംസിന് പ്രയോറിറ്റി കൊടുക്കണം. തീർച്ചയായും പ്രയോറിറ്റി കൊടുക്കണം. പക്ഷേ അതിനിപ്പോൾ ഒരു ചെറിയ രീതിയിൽ കെമിസ്ട്രിക്ക് മാർക്ക് കൂടുകയോ കുറയോ, നോട്ട് ഓൺലി കെമിസ്ട്രി, ഇൻ ഓൾ സബ്ജക്ട്സ് കൂടിയാലും കുറഞ്ഞാലും അത് നിങ്ങളുടെ ഒരു ഫൈനൽ ഡിസിഷൻ മേക്കറായിട്ട്, ആ ഒരു സ്കോർ നിങ്ങളുടെ ഒരു ഡിസിഷൻ മേക്കറായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ, ഇപ്പോൾ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് പറയുവാണെങ്കിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വീക്ക്ലി എക്സാമിനേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ വീക്ക്ലി എക്സാമിനേഷൻസിന് 2 ചാപ്റ്റേഴ്സ് കെമിസ്ട്രി വന്നു, അല്ലെങ്കിൽ അത്രയും നാളെടുത്ത കെമിസ്ട്രി ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തൊരു എക്സാം വന്നു. യു ഹാവ് ടു ഡിവൈഡ് ദോസ് ചാപ്റ്റേഴ്സ്. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്യണം. ഈ വരുന്ന എക്സാമിന് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിൽ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. ഓൾ ദീസ് ആർ ഫസ്റ്റ് ഇയർ ടോപ്പിക്സ്. ആൻഡ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി, സേ ഫോർ എക്സാമ്പിൾ, യു മൈറ്റ് ഹാവ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 പേപ്പേഴ്സ് ക്ലബ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതിലേതിലാണ് ഞാൻ വീക്കായിട്ടുള്ളത്? പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസിനാണോ ഞാൻ വീക്ക്, അതോ തിയറി ബേസ്ഡ് ആയിട്ടുള്ളതിനാണോ? ഇനി ഈ ചാപ്റ്റേഴ്സ് ഏതാണ് എൻ്റെ കയ്യിൽ കൃത്യമായി കിട്ടാത്തത്, ഞാൻ അത് ഈ എക്സാമിന് പഠിക്കും. മറ്റ് ചാപ്റ്റേഴ്സ് എനിക്ക് കുറേയൊക്കെ അറിയാം, അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഫ്രം മൈ പ്രീവിയസ് നോളേജ് ഐ വിൽ അപ്പിയർ ഫോർ ദോസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ വിൽ മേക്ക് തറോ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് വിച്ച് ഐ ഹാവൻറ്റ് ടച്ച്ഡ് സോ ഫാർ ഓർ ഇൻ വിച്ച് ഐ എം നോട്ട് ദാറ്റ് മച്ച് കോൺഫിഡൻറ്റ്. അതിന് വേണം നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇൻ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ചിലപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫോർ ദ കമ്മിങ് എക്സാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സാരമില്ല, നമ്മൾ പഠിക്കുന്നത് സ്ട്രോങ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഫോർ ദ വെരി നെക്സ്റ്റ് എക്സാം ആ ഒരു ചാപ്റ്ററിൽ ഒരു സ്കോർ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും അല്ലേ? ഇതെനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇനി അതിൽ നിന്ന് പിന്നെയും ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങളിൽ തന്നെ ഉണരും. കാരണം ചെയ്യാൻ പറ്റിയല്ലോ, ഒരു ആത്മവിശ്വാസം നമ്മളിൽ തന്നെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ നീറ്റ്, JEE പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ട ഏറ്റവും വലിയൊരു ഫാക്ടർ. നമ്മളെ തന്നെ അസസ് ചെയ്യണം. ഓക്കെ, മറ്റ് ചുറ്റും അപ്പുറം ഇപ്പുറം ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കുന്ന ആൾക്കാരുടെ മാർക്കല്ല നമ്മുടെ മാർക്ക്. നമ്മളുടെ മാർക്ക് നമ്മുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം ഞാൻ എന്തൊരു എഫേർട്ട് അതിലേക്ക് ഇട്ടു, അതിൽ നിന്ന് എന്തൊരു റിസൾട്ട് എനിക്ക് വന്നു, ആ റിസൾട്ട് വെച്ച് വേണം ഓരോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വെക്കാൻ. ഓക്കെ, ഇതൊരു ഒരു ലോജിക്കലായിട്ട് വേണം നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അല്ലാതെ കുറേ വാരി വലിച്ച് പഠിക്കണതിലൊന്നും കാര്യമൊന്നുമില്ല. പഠിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ആ സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഞാൻ മിസ്സേ ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്രയും തിയറി ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ചു, ഞാൻ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കുട്ടികളുടെ കയ്യിൽ നിന്ന്. ഞാൻ ഒരുപാട് സമയം ആ ചാപ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് എക്സാമിന് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ വാട്ട് ഈസ് ദ ഫോൾട്ട് ഓർ വാട്ട് ഈസ് ദ പോയിന്റ് ദാറ്റ് കീപ്സ് മീ അവേ ഫ്രം ദാറ്റ് എന്നുള്ളൊരു ആശങ്ക. നിങ്ങൾ അപ്രോച്ച് എടുത്താൽ മെത്തേഡ് കറക്റ്റ് അല്ല. കാരണം നമുക്ക് എൻട്രൻസിന്
തിയറി അറിയണം. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവും. ഒബ്വിയസ്ലി കെമിസ്ട്രിയിലും ബയോളജി പോലെ തന്നെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കോണ്ടന്റ് നമുക്ക് നന്നായിട്ട് അറിയണം. അതിനേക്കാൾ ഉപരി ആ തിയറി ഗ്രാസ്പ് ചെയ്തതിന് ശേഷം വി ഹാവ് ടു ഡു ന്യൂമറസ് ക്വസ്റ്റ്യൻസ്. അവിടെയാണ് നമ്മുടെ ഒരു എന്താ പറയുക അപ്കമ്മിങ് മൈൽ സ്റ്റോൺസ് കിടക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടിയില്ല, ഡിസപ്പോയിൻറ്റഡ് ആയി, വേണ്ട ഇതങ്ങ് മാറ്റി വയ്ക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അങ്ങനെ ചെയ്യരുത്. കിട്ടാത്തതിൽ പൊരുതണം. ഓക്കെ, സ്വയം ചെയ്ത് നോക്കണം. കിട്ടുന്നില്ലേ, ടീച്ചേഴ്സില്ലേ മക്കളെ നിങ്ങളുടെ കൂടെ? ഗോ ആൻഡ് അപ്രോച്ച് യുവർ ടീച്ചേഴ്സ്. ഓൾ ടീച്ചേഴ്സ് ആർ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കമിങ് യു ഓൾ അറ്റ് ഓൾ ടൈംസ്. ഞങ്ങൾ അതിനല്ലേ ഉള്ളത്. ടു ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്, ടു മേക്ക് യു മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ഫോർ ദ അപ്കമിങ് എക്സാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ ഉടനെ ആ സബ്ജക്ട് ടീച്ചറിൻ്റെ അടുത്തേക്ക് ഓടി വരാനുള്ളൊരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. യു ഹാവ് ടു സ്ക്വീസ് ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് ടീച്ചേഴ്സിൻ്റെ കയ്യിലൊക്കെ നല്ല സ്റ്റഫുണ്ട്. ആ സ്റ്റഫ് ഊറ്റിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ അവകാശമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വിനിയോഗിക്കണം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ മിസ് ജനറലായിട്ട് പറഞ്ഞു. ഇനി കെമിസ്ട്രിയിൽ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ എടുത്ത് പറയുവാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ചാപ്റ്റേഴ്സ് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം മക്കളെ, നമ്മൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചില പിള്ളേർ പറയാറുണ്ട്, ചില മക്കൾ പറയാറുണ്ട്, ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഒരു ഐഡിയയും കിട്ടണില്ലല്ലോ എന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രാക്ടീസിൻ്റെ ഒരു കുറവാണ്. കാരണം നമുക്ക് മൾട്ടി കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വരും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം മിസ്സിന് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എടുക്കുവാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് കുറഞ്ഞോ കൂടിയോ നിൽക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു 2-3 ചാപ്റ്റേഴ്സാണ്. ആൻഡ് ദോസ് ചാപ്റ്റേഴ്സ് ആർ ആക്ച്വലി ഇൻ്റർ കണക്റ്റഡ്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് റിഡോക്സ് റിയാക്ഷൻസ്. റിഡോക്സ് റിയാക്ഷൻസ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ആണ് അല്ലേ? ആ റിഡോക്സ് റിയാക്ഷൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്സിഡൈസിങ് ഏജൻറ്റ്, റെഡ്യൂസിങ് ഏജൻറ്റ്. ഈ കൺസെപ്റ്റുകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഈ കൺസെപ്റ്റുകൾ ആ ചാപ്റ്ററിൽ മാത്രം കൺഫൈൻഡ് അല്ല. അതിൻ്റെ ഹയർ ലെവൽ ആപ്ലിക്കേഷനാണ് സെക്കൻഡ് ഇയറിൽ നമുക്ക് വരുന്ന ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ളത്. ഓക്കെ, അവിടെയും അത് തീരുന്നില്ല. സെക്കൻഡ് ഇയറിൽ ഇൻഓർഗാനിക്കിൽ നമുക്ക് DF ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും, മിസ് എന്തുവായി പറയണത്? റിഡോക്സ് ഫിസിക്കലി കിടക്കുന്നു, DF ഇൻഓർഗാനിക്ക് കിടക്കുന്നു, ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്നാണ് മിസ് പറയണത്? കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇഫ് യു റെഫർ ഇൻ ദ NCERT ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ ക്ലിയർലി ഗെറ്റ് ആൻ ഐഡിയ. ഏതാണെന്ന് മനസ്സിലായോ? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു കൺസെപ്റ്റിനെ പറ്റിയാണ് മക്കളെ, നിങ്ങൾക്ക് മനസ്സിലായോ? റിഡോക്സ് റിയാക്ഷനിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. യു നോ വാട്ട് ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ? ആ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന മേഖലകളാണ് അസിഡിക് മീഡിയത്തിൽ, ന്യൂട്രൽ മീഡിയത്തിൽ, സ്ട്രോങ്ലി ആൽക്കലൈൻ മീഡിയത്തിൽ എന്ന് നമ്മുടെ റിഡോക്സ് റിയാക്ഷനെ പറയുന്നുണ്ട് അല്ലേ? ആ റിഡോക്സ് റിയാക്ഷനിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നതാണ് ബാലൻസിങ്. ആണോ? അപ്പോഴും നിങ്ങൾ ചിന്തിക്കും, അതെ സമ്മതിച്ചു. അപ്പം മിസ് അത് DF ആയിട്ട് എന്തിനാ കണക്ട് ചെയ്യുന്നത്? കണക്ഷൻ ഉണ്ടോ? DF ബ്ലോക്ക് എലമെൻസിൽ നിങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ലേ? അവിടെ ഇതേ കൺസെപ്റ്റ്സ്, എസ്പെഷ്യലി കാൽക്കുലേഷൻ ഓഫ് ഈക്വലൻ മാസ്, അത് റിഡോക്സിൽ പഠിക്കുന്നു, അത് DF ബ്ലോക്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അസിഡിക് മീഡിയത്തിൽ MnO4- ഗെറ്റ്സ് കൺവേർട്ടഡ് ടു Mn2+. യെസ് ഓർ നോ? ഇതൊരു എൻഡ് റിസൾട്ടായിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം. അവിടെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് മക്കളെ? വേഗം പറ. യെസ്, ഇറ്റ് ഈസ് 5. ആ 5 ആണെങ്കിൽ അവിടെ ഈക്വലൻ മാസ് കാൽക്കുലേഷനുള്ള ഫോർമുല എന്താ? M/5, മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ N ഫാക്ടർ, വിച്ച് ഈസ് 5 over there. So over there it is acting as an oxidizing agent, meaning it can do what? It can oxidize certain species to
some products. Say for example, ferrous to ferric, oxalate to carbon dioxide. പഠിച്ചതാണോ? ഈ റിസൾട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബാലൻസിങ്ങിന് ഉപകാരപ്പെടില്ലേ? യെസ് ഓർ നോ? ഇത് എൻഡ് റിസൾട്ടുകളായിട്ട് നമ്മുടെ മൈൻഡിൽ നമ്മൾ സേവ് ചെയ്യണം. അതുപോലെ തന്നെ മുന്നോട്ട് പറയുവാണെങ്കിൽ ന്യൂട്രൽ ഓർ ഫെയിൻലി ആൽക്കലൈൻ മീഡിയത്തിൽ പെർമാംഗനേറ്റ് ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഗെറ്റ്സ് റെഡ്യൂസ് ടു MnO2 with an N factor of 3. So we can find out equivalent mass using the formula M/3. Yes? And there it oxidizes I minus to iodate. Balancing helpful alle. In strongly alkaline medium, permanganate gets reduced to manganate with an N factor 1. So formula to find out equivalent mass is simply molecular mass itself. നോക്ക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിന് നമുക്കത് ഹെൽപ്ഫുൾ ആകും? റിഡോക്സിന് ഹെൽപ്ഫുൾ ആകും, D and F ബ്ലോക്ക് എലമെൻസിന് ഹെൽപ്ഫുൾ ആകും. ശരിയല്ലേ? ഇപ്പം 2 ചാപ്റ്റേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ചോദ്യമാണ് മിസ് ഇപ്പം പറഞ്ഞത്. ഇതേപോലെ ഇനിയുണ്ട്. ഏറ്റവും പരമപ്രധാനമായ നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ഇയറിലെ കെമിക്കൽ ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം. പല കുട്ടികളുടെയും ഒരു പേടി സ്വപ്നമായിട്ട് കുട്ടികൾ കൊണ്ടു നടക്കുന്ന ഒരു ചാപ്റ്ററാണത്. ഇറ്റ് ഈസ് ലെങ്തി, ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആൻഡ് എ ചാപ്റ്റർ വെർ യു ഹാവ് ടു വർക്ക് എ ലോട്ട് ടു മേക്ക് ദ കൺസെപ്റ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിന് വേറെ എവിടെയെങ്കിലും ആയിട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്? ഡെഫിനറ്റ്ലി വി ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ഇലക്ട്രോകെമിസ്ട്രി. ഇലക്ട്രോകെമിസ്ട്രിയിൽ നമ്മൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡയം കണ്ടുപിടിക്കുന്നു. We can calculate it using Kohl-Roche's law. Yes or no? അങ്ങനെ കിട്ടിയ ലാംഡ എം ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാം. യൂസിങ് ദി ഇക്വേഷൻ ലാംഡ എം അറ്റ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട് എം. അങ്ങനെ കിട്ടുന്ന ആൽഫേനെ ഉപയോഗിച്ച് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട്? ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് വിച്ച് കംസ് ഇൻ അയോണിക് ഇക്വിലിബ്രിയം യൂസിങ് ദി ഇക്വേഷൻ സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. നോക്കാം മക്കളെ, ഇപ്പം മിസ് എത്ര ചാപ്റ്റേഴ്സ് ഈ ഒരു സമയത്തിനുള്ളിൽ കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ പറഞ്ഞു? കെമിക്കൽ അയോണിക് ഇക്വിലിബ്രിയം വിത്ത് ഇലക്ട്രോകെമിസ്ട്രി, റിഡോക്സ് വിത്ത് D and F. 4 ചാപ്റ്റേഴ്സായേ. ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പം മിസ്സെ ഞങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റൂടാ? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് അല്ലേ? പരിശീലനം ഒന്നുകൊണ്ട് മാത്രമാണ്. തുടക്കത്തിൽ ആരും ഒന്നുമല്ല. നമ്മുടെ നിരന്തരമായ പരിശ്രമമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നോ ഒരു എക്സലൻറ്റ് സ്റ്റുഡൻ്റ് എന്നോ ഉള്ള വേർതിരിവിൻ്റെ ആവശ്യമില്ല. പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടോ, വിജയം നമ്മുടെ പിന്നാലെയുണ്ട് മക്കളെ, കേട്ടോ. സോ ബി കോൺഫിഡൻറ്റ് ആൻഡ് മൂവ് അഹെഡ്. താങ്ക് യു.